ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. പഴയ ചിറയൻകീഴായിരുന്ന കാലം മുതൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ ഒരു മുൻതൂക്കവുമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റിച്ചാണ് 4-ാം അംഗത്തിനിറങ്ങിയ എ സമ്പത്തിന് കാലിടറിയത്. ഇടത് ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയായിരുന്നു UDF-ന്റെ തേരോട്ടം. രാഷ്ട്രീയക്കാറ്റിൽ വൻമരങ്ങൾ കടപുഴകിയ മണ്ണാണ്. പ്രവചനാതീതമാണ് ആറ്റിങ്ങലിലെ വോട്ടർമാരുടെ മനസ്സ്. സ്ഥാനാർത്ഥികളെ എത്തിക്കഴിഞ്ഞു. അടൂർ പ്രകാശ് കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുമ്പോൾ വി ജോയ് എന്ന CPIM ജില്ലാ സെക്രട്ടറി തന്നെ CPIM-ന് വേണ്ടി ഇറങ്ങുന്നു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ BJP-ക്ക് വേണ്ടിയും ഇറങ്ങുന്നു. ആറ്റിങ്ങലിലെ ഘടകങ്ങൾ, വോട്ട് വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുതലപ്പൊഴിയിലെ അപകട മരണങ്ങൾ ഒരു വിഷയമാണ് ആറ്റിങ്ങലിൽ. അതോടൊപ്പം തന്നെ മണ്ഡലം ഇത്രയും കാലം മാറി മാറി പലരും ഭരിച്ചിട്ടും വികസന മുരടിപ്പ് ഇപ്പോഴും അവിടെയുണ്ട്. ആദിവാസികളുണ്ട്, മലയോര കർഷകരുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു, അതും വിഷയമാണ്. അതോടൊപ്പം തന്നെ ജാതി മത അടിസ്ഥാനത്തിലുള്ള വോട്ടുകളിലെ BJP സ്വാധീനവും ഇക്കുറി തെരഞ്ഞെടുപ്പ് വിഷയമായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വോട്ടിന് പണം ആരോപണം, അത് ഇക്കുറി അവസാന ലാപ്പിൽ വന്നു. അതിലെ ചർച്ചയും അവിടെ നടക്കുന്നുണ്ട്. കൂടുതൽ പറയാൻ നമുക്ക് ആറ്റിങ്ങൽക്കാരൻ ആദിൽ പാലോട് നമുക്കൊപ്പമുണ്ട്. ആദിൽ പാലോട്, ആറ്റിങ്ങലിലൂടെ മൊത്തം ഒന്ന് കറങ്ങുമ്പോൾ അവിടുത്തെ ട്രെൻഡ് ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? അടിയൊഴുക്കുണ്ടോ? അടിയൊഴുക്കുകൾ വിജയം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയാം. അവസാന ഘട്ടത്തിലും ആർക്ക് മുൻതൂക്കം എന്ന് പറയാനാകാത്ത പ്രവചനാതീതമായ സാഹചര്യവും കാലാവസ്ഥയുമാണ് ആറ്റിങ്ങലിലുള്ളത്. തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലും ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിൽ പ്രധാനം LDF കാലങ്ങളായി കൊണ്ടുനടന്ന മണ്ഡലമാണ്. സമ്പത്തിൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കൃത്യമായി സംഘടനാശേഷിയുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവിനെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇറക്കിയിരിക്കുകയാണ് CPM എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും CPM-ഓ LDF-ഓ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനനുസൃതമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തന്നെയാണ് നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചാൽ കാണാൻ കഴിയുക. പ്രചരണത്തിലും മറ്റ് പരിപാടികളിലുമെല്ലാം LDF-ന് കൃത്യമായ മുൻതൂക്കമുണ്ട്. പക്ഷേ അടൂർ പ്രകാശ് എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ ഇറക്കുമ്പോൾ UDF-നും വിജയത്തിൽ കുറഞ്ഞതൊന്നും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ മറ്റെല്ലാ ഘടകങ്ങളും, സംഘടനാ ദൗർബല്യമുണ്ടാകാം, പ്രചരണത്തിൽ വീഴ്ചകളുണ്ടാകാം. പക്ഷേ അടൂർ പ്രകാശ് എന്ന ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ട ചരിത്രം പരിശോധിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞത പരിശോധിക്കുമ്പോഴും ഈ പ്രചരണങ്ങളെയെല്ലാം കടപുഴക്കി എറിയാനുള്ള, മറികടക്കാനുള്ള ശേഷി ഇതിനൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആര് ജയിക്കുമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണ്. BJP പിടിക്കുന്ന വോട്ടുകൾ പ്രധാനമാണ്. ഒപ്പം മുതലപ്പൊഴിയിലെ പ്രശ്നം, മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായ വോട്ടുണ്ട്. ലത്തീൻ അതിരൂപതയുടെ നിലപാട് പ്രധാനമാണ്. ഇതിനേക്കാൾ വളരെ പ്രധാനം ഈഴവ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. BJP അതിൽ നിന്ന് എത്ര പിടിക്കുന്നു എന്നുള്ളതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇപ്പോഴും ആര് ജയിക്കും, ആര് വാഴും, ആര് വീഴുമെന്ന് പറയാൻ കഴിയാത്തൊരു സ്ഥിതി. അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ആറ്റിങ്ങലിൽ ആർക്കും പിടികൊടുക്കുന്നില്ല അവിടുത്തെ വോട്ടർമാരുടെ മനസ്സ്. നമുക്കപ്പോൾ സ്ഥാനാർത്ഥികളെ കുറച്ചുകൂടി അറിയിച്ചു കൊടുക്കാം. സ്ഥാനാർത്ഥികളുടെ KYC ആറ്റിങ്ങലിലെ 3 സ്ഥാനാർത്ഥികളുടെയും വിദ്യാഭ്യാസ യോഗ്യത അവിടുത്തെ വോട്ടർമാർക്ക് അറിയട്ടെ. അടൂർ പ്രകാശ് സിറ്റിംഗ് MP LLB ബിരുദധാരിയാണ്. വി ജോയിക്കുമുണ്ട് LLB. വി മുരളീധരൻ BA ഇംഗ്ലീഷ് ബിരുദധാരിയാണ്. 3 സ്ഥാനാർത്ഥികളും വിദ്യാഭ്യാസ യോഗ്യതയിൽ ഏറെക്കുറെ ഒപ്പം നിൽക്കുന്നവരാണ്. ആറ്റിങ്ങലിൽ ഇക്കുറി ആർക്കൊപ്പമാണ് ജനമനസ്സെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.